ഉപ്പുവെള്ളം കിടന്നാൽ അവിടെ ആ കൃഷി പറ്റില്ല. ഒരുപക്ഷെ ഉപ്പുവെള്ളത്തിന് ടോളറേറ്റ് ചെയ്യാവുന്ന നെൽവിത്തുകൾ, മുക്കാളിയോ അത്തരം നെൽവിത്തുകൾ അവിടെ പ്രയോഗിക്കേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടൽ വെള്ളത്തിൻ്റെ വിധാനം കൂടുമ്പോൾ തീരപ്രദേശത്തുള്ള നെൽപ്പാടങ്ങളൊക്കെ മുങ്ങിപ്പോകാൻ ഇടയുള്ളതുകൊണ്ട് അവിടെ കൃഷി ചെയ്യാൻ കൂടുതൽ ഉപ്പിനെ സഹിക്കാവുന്ന തരം നെൽവിത്തുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ചില വിത്തുകൾ ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. സോൾട്ട് ടോളറൻസ് ഉള്ള വിത്തുകൾ നമ്മുടെ മുക്കാളിക്ക് അങ്ങനെ ടോളറൻസ് ഉള്ളതാണ്. അതായത് ഉപ്പുവെള്ളം കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തടുക്കാൻ വേണ്ടി. ഈ പഠനം 2 ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, കനാൽ സിസ്റ്റത്തിൽ ഈ വെള്ളം കടക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ പറ്റിയിട്ടുള്ള വിദഗ്ധമായ പഠനവും അവയുടെ ആഘാതവും അതിന് ആഘാതത്തെ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഈ പഠനത്തിൻ്റെ പരിധിയിൽ വന്നിട്ടുള്ളതാണ്. വെള്ളത്തിന് ഈ കനാലിൽ വെള്ളം ഞാൻ നല്ല വെള്ളമാണ്, ശുദ്ധജലമാണ് എന്ന് പറഞ്ഞെങ്കിലും അത് കടൽ വെള്ളവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ്. കടൽ വെള്ളം ഉപ്പ് കൂടുതലുള്ളതാണ്. ഉപ്പ് കൂടാതെ മറ്റ് കെമിക്കൽ സോൾട്സ് ഒക്കെ അതിലുണ്ട്. പക്ഷെ കനാലിലെ വെള്ളം ഉപ്പ് കുറവാണെങ്കിലും അതിലുള്ള ജൈവ സാധനങ്ങളെ കൊണ്ട് ആ വെള്ളം വളരെ പൊള്യൂട്ടഡാണ്. മറ്റൊരു ക്ലീൻ വാട്ടറാണെന്ന് പറയാം, ഇത് പൊള്യൂട്ടഡ് വാട്ടറാണെന്ന് പറയാം. അപ്പോൾ ഈ വെള്ളം, കടലിലെ വെള്ളത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, ഈ കനാലിലുള്ള വെള്ളത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം പഠിച്ച് അതിൻ്റെ ഡാറ്റ പ്രസന്റ് ചെയ്ത് അതിൽ നിന്നുള്ള അനാലിസിസ് ഒക്കെ ഈ പഠനത്തിൽ പെട്ടിട്ടുണ്ട്. ഇതിൽ ആലപ്പുഴയിൽ ലഭിക്കുന്ന ആലപ്പുഴയുടെ എൻവയൺമെന്റൽ സെറ്റിംഗ്സ്, ആലപ്പുഴ സറൗണ്ടിങ്സ് അതൊന്നും ഓടിച്ചു വന്നേക്കാം. ആലപ്പുഴ ജിയോളജിക്കലി റീസെന്റ് ലാൻഡ്സ്കേപ്പ് ഫോം ഡ്യൂറിംഗ് ദ ലാസ്റ്റ് couple of thousand years. Well known for mud bank formation, ചാകര ഉണ്ടാകുന്ന ലോകത്തിലെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആലപ്പുഴ തീരം. Low-lying sandy coastal ecosystem bordered by clay belt, കുട്ടനാട് അതിന് ഉദാഹരണമാണ്. along with the eastern boundary. Alapura is sandwiched between Lakshadweep Sea and Vembanad Lake. Interconnected canal system drained through Vembanad Lake. ഈ Vembanad Lake നിന്ന് മറ്റേ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, 6 നദികൾ ഒഴുകി വെള്ളം ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ടോപ്പോഗ്രാഫി ഏതാണ്ട് പരന്നതാണ്. ജെന്റ്ലി സ്ലോപ്പിംഗ് കിഴക്കേറ്റത്തേക്ക് കിഴക്കോട്ട് പോകുന്ന ചെറിയ ഉയർച്ച കൂടി സ്ലോപ്പിൽ ആണ് ആ പ്രദേശം. ഇത് ഒരു കാലത്ത് വലിയ ഒരു സീപോർട്ടായിരുന്നു. കണക്റ്റിംഗ് ഇന്റർലാൻഡ് ത്രൂ കനാൽ, റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടർ സിസ്റ്റംസ്. കടലിൽ വരുന്ന കപ്പലുകൾ, തോണികൾ, ഇതൊക്കെ കടലിൽ നിന്ന് തോടുകൾ വഴി ഉള്ളിലേക്ക് സഞ്ചരിച്ച് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി അത് സാധനങ്ങൾ ശേഖരിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടം നമ്മുടെ ചേർത്തല ഒരു വള്ളമാണോ കപ്പലാണോ, കപ്പലിനെ മുങ്ങിക്കിരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ണ് മാറ്റി ഏതാണ്ട് കാൽഭാഗം അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി. പിന്നെ അതിന് ചെയ്ത ആൾക്കാർ മറന്നു, ആലപ്പുഴക്കാർ മറന്നു. ഇപ്പോൾ അത് അനാഥമായി കിടക്കുകയാണ്. അത് നമുക്ക് കൊടുങ്ങല്ലൂർ ശ്രീമാൻ തോമസ് ഐസക്കിൻ്റെ തന്നെ നേതൃത്വത്തിൽ തുടങ്ങിയ മുസൂരി പ്രോഗ്രാമിനോടനുബന്ധപ്പെട്ട പട്ടണം എക്സ്കവേഷൻ പോലെ ഇവിടെയും ആലപ്പുഴക്കാർ മുൻകൈയെടുത്ത് ആ എക്സ്കവേഷൻ പൂർത്തിയാക്കി അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ ശ്രമിക്കണം. അതൊക്കെ ഈ അക്കാലത്തുണ്ടായിരുന്ന കച്ചവടത്തിനായി ഈ വഞ്ചികളും തോണികളും ഒക്കെ കനാലിലൂടെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതിന് തെളിവാണ്. ആലപ്പുഴയ്ക്ക്
ഒരു വേറൊരു ഖ്യാതിയുള്ളത് ഹൈ പോപ്പുലേഷൻ ജനസംഖ്യ ഏറ്റവും കൂടിയ പ്രദേശമാണ്. ആലപ്പുഴയ്ക്ക് 1489 ഒരു സ്ക്വയർ കിലോമീറ്റർ 1489 ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേരളത്തിലെ ഡിസ്ട്രിക്റ്റ് ആണെന്ന്